ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് നരന്റെ വീട്ടിലേക്ക് വരികയാണ് കാവേരിയും ഗംഗയും വിനീതും കൂടി. നരന്റെ അച്ഛമ്മ വന്നിട്ട് ആരാണെന്ന് ചോദിക്കുകയാണ് ഇവരോട്. അപ്പോ വിനീത് പറയാണ് വാടക വീട് ഉണ്ടെന്നറിഞ്ഞ് ബ്രോക്കർ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോ നരന്റെ അച്ഛമ്മ ചോദിക്കുകയാണ് നിങ്ങൾ ഫാമിലി ആണോ അതോ ഫ്രണ്ട്സ് ആണോ? ഫാമിലി ആണെന്ന് പറയാണ് കാവേരി. ഞാൻ കാവേരി, ഇതെന്റെ ചേച്ചി ഗംഗ, അത് വിനീതേട്ടൻ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അമ്മയും അനിയത്തിയും ഒക്കെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഞങ്ങള് ജസ്റ്റ് വീട് കണ്ടിട്ട് അവരെ വിളിക്കാന്ന് കരുതി. അപ്പൊ നരന്റെ അച്ഛമ്മ അവർക്ക് ആ വാടക വീട് കാണിച്ചു കൊടുക്കാണ്. ഇതെല്ലാം അകത്തിത് നരൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആരാണ് വന്നതെന്ന് അറിയാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കാണ് നേരൻ. എന്നിട്ട് അച്ഛമ്മ ഇവർക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കാണ്. വീടൊക്കെ കണ്ട ശേഷം കാവേരി ഗംഗയോട് ചോദിക്കാണ് ചേച്ചിക്ക് വീട് ഇഷ്ടപ്പെട്ടോ? അപ്പോ ഗംഗ പറയാണ് ജയബാലന്റെ ശല്യമില്ലാതെ ഏത് വീട് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് നരന്റെ അച്ഛമ്മ ഇവരോട് പറയാണ് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വാടകയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നിട്ട് നരന്റെ അച്ഛൻ വീട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാണ് ഇവരോട്. അവരിഷ്ടപ്പെട്ടെന്ന് പറയാണ്. അത് കേട്ട് നരൻ അച്ഛനെ വിളിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ ആരാണ് എന്നൊക്കെ ദേഷ്യത്തില് ചോദിക്കാണ് നരൻ. അപ്പോ അച്ഛൻ പറയാണ് വാടകയ്ക്ക് വന്നവരാണ്, അവര് വീട് കാണാൻ വന്നതാ. അപ്പോ നരൻ പറയാണ് ആ വീട് എന്തിനാ വാടകയ്ക്ക് കൊടുക്കുന്നേ? ഇവിടെ ആരും വാടകയ്ക്ക് വരണ്ടാന്ന് പറഞ്ഞതല്ലേ ഞാൻ. അപ്പോ അച്ഛൻ പറയാണ് വെറുതെ ആൾതാമസമില്ലാതെ കിടക്കല്ലേ ആ വീട്, അവർക്ക് കൊടുത്താൽ അവരത് വൃത്തിയിൽ നോക്കൂലേ. എന്നിട്ട് നരന്റെ അച്ഛമ്മ ഇവരോട് പറയാണ് എന്റെ കൊച്ചുമോനാണത്, അവന് വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അത്ര ഇഷ്ടല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങള് സംസാരിച്ച് തീർത്തോളാം. അത് കേട്ട് നരൻ വീണ്ടും പറയാണ് അവരോട് പോകാൻ പറ, ആ വീട് വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോ അച്ഛൻ നരന്റെ അടുത്തേക്ക് പോകാണ്. അച്ഛമ്മ അപ്പോ അവരോട് പറയാണ് അവര് സംസാരിച്ച് തീരുമാനം പറയും, അതുവരെ നിങ്ങൾക്ക് അകത്തിരിക്കാം എന്ന് പറയാണ് അച്ഛമ്മ. അപ്പൊ കാവേരിയും വിനീതും ഗംഗയും ഇതൊക്കെ കേട്ടിട്ട് ടെൻഷനിലാണ് അവിടെ നിൽക്കുന്നേ. നരൻ എന്നിട്ട് അച്ഛനോട് പറയാണ് ഞാൻ പറഞ്ഞതല്ലേ ആ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടാന്ന്, അവിടെ ആര് വന്നാലും എനിക്ക് പഴയ കാര്യങ്ങളാ ഓർമ്മയിൽ വരാ, എനിക്ക് ആ വീട് കാണുന്നേ തന്നെ ഇഷ്ടമല്ല. അത് കേട്ട് കാവേരി ഗംഗയോട് പറയാണ് എന്ത് പഴയ കാര്യങ്ങളാണ് അവര് പറയുന്നേ? ഇനി ഈ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി മരിച്ചോ? അത് കേട്ട് നരന്റെ അച്ഛമ്മ പറയാണ് അങ്ങനെ ഒന്നുമല്ല, ഇവിടെ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു, അവള് പിന്നെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. നരൻ ആ വീട്ടിൽ ആരും വാടകയ്ക്ക് നിക്കണ്ടെന്ന് പറഞ്ഞ കേട്ട് കാവേരിയും ഗംഗയും വിനീതും വിഷമത്തില് പോകാൻ നിൽക്കുകയാണ്. അപ്പോ അച്ഛമ്മ അവരോട് പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ അച്ഛൻ പറയുന്ന എന്തായാലും കേൾക്കും, ഈ വീട് നിങ്ങൾക്ക് തന്നെ ഞാൻ വാടകയ്ക്ക് തരാം. അച്ഛൻ എന്നിട്ട് നരനോട് പറയാണ് നീ പറഞ്ഞ പോലെ അവിടെ ആരും വാടകയ്ക്ക് നിക്കണ്ട, ആ വീട് ഇടിച്ചു പൊളിക്കാം, പക്ഷേ ഞാൻ പറയുന്നേ നീ കേൾക്കണം, നീ ഒരു കല്യാണം കഴിക്കണം എന്ന് പറയാണ് അച്ഛൻ. അത് കേട്ട് പറ്റൂലെന്ന് പറയാണ് നരൻ. അപ്പോ അച്ഛൻ പറയാണ് അത് നിനക്ക് പറ്റൂലെങ്കിൽ ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോ നരൻ ദേഷ്യത്തിൽ അച്ഛനോട് പറയാണ് അച്ഛൻ എന്തേലും പോയി ചെയ്യ് എന്ന് പറഞ്ഞ് നരൻ അകത്തേക്ക് പോവുകയാണ്. നരന്റെ അച്ഛൻ എന്നിട്ട് ഇവരോട് വന്ന് പറയാണ് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ, എന്നാ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ പറയാണ് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടല്ലോ, എന്നാണ് വരുന്നേ? ഇവിടെ ഞങ്ങൾ രണ്ടാളും പിന്നെ എന്റെ മോളും അവളുടെ ഹസ്ബൻഡും പിന്നെ എന്റെ കൊച്ചുമോനുമാണ് ഇവിടെ ഉള്ളു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛമ്മ. അപ്പൊ വിനീത് വാടക ഒക്കെ എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറയാണ് വാടക ഒന്നും അധികമില്ല, 7,000 തന്നാ മതി, അഡ്വാൻസ് ആയിട്ട് 50,000 മതി. അപ്പൊ കാവേരി പറയാണ് ഞങ്ങള് നാളെ അഡ്വാൻസ് തരാം, നാളെ തൊട്ട് ഞങ്ങള് ഇവിടേക്ക് മാറിക്കോളാം എന്ന് പറഞ്ഞ് വിനീതും ഗംഗയും കാവേരിയും അവിടുന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് വിനീതും ഗംഗയും കൂടി വാടകയ്ക്ക് കട നോക്കുകയാണ്.
എന്നിട്ട് ഒരു ബ്രോക്കറിന്റെ സഹായത്തോടെ വാടകയ്ക്ക് ഒരു കട നോക്കാൻ പോവാണ് വിനീതും ഗംഗയും കൂടി. എന്നിട്ട് ആ കടയ്ക്ക് എത്രയാണ് വാടക, അഡ്വാൻസ് എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഓണറിനോട്. അപ്പോ കടയുടെ ഓണർ പറയാണ് അഡ്വാൻസ് 5 ലക്ഷമാണ്. അത് കേട്ട് ഗംഗയും വിനീതും ഞെട്ടാണ്. എന്നിട്ട് ഓണറിനോട് പറയാണ് ഇത് കുറച്ച് കൂടുതലല്ലേ, ഇത്രയും എമൗണ്ട് എടുക്കാൻ ഉണ്ടാവൂല എന്ന് പറയാണ്. അപ്പോ കടയുടെ ഓണർ പറയാണ് ഇതാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള കടയിലൊക്കെ ചോദിച്ചാ മതി. അപ്പോ വിനീത് പറയാണ് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളെ കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് ഗംഗയും വിനീതും. എന്നിട്ട് വിനീത് വേറൊരു കട അന്വേഷിക്കുകയാണ്. അവിടുത്തെ അഡ്വാൻസ് 2 ലക്ഷവും വാടക 25,000 ആണെന്ന് അറിഞ്ഞ് വിനീതിന് സങ്കടാവാണ്. ഇനി കുറഞ്ഞ റേറ്റിൽ എവിടെ വാടകയ്ക്ക് കട കിട്ടും എന്നാലോചിച്ച് ടെൻഷനിൽ നിൽക്കുകയാണ് ഗംഗയും വിനീതും. പിറ്റേന്ന് കാവേരിയും കുടുംബവും നരന്റെ വാടക വീട്ടിലേക്ക് മാറുകയാണ്. നരന്റെ വീട് കണ്ട് യമുനയും ശാരദയും ഒക്കെ ഞെട്ടുകയാണ്. എന്നിട്ട് യമുന കാവേരിയോട് ചോദിക്കുകയാണ് ചെറിയ വീടാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്, ഇത് വലിയ വീടാണല്ലോ. അപ്പോ കാവേരി പറയാണ് ഇതല്ല വീട്, ഈ വീടുമായി നമുക്കൊരു ബന്ധവുമില്ല. ഈ വീടിന്റെ അടുത്ത് ഒരു ചെറിയ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നേ. എന്നിട്ട് അവര് വാടക വീട്ടിലേക്ക് പോകുകയാണ്. ശാരദ അപ്പോ കാവേരിയോട് പറയാണ് ഇവിടെയും ആ ജയബാലൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അപ്പോ കാവേരിയും വിനീതും പറയാണ് ജയബാലൻ ഒന്നും വരൂല അമ്മേ, പേടിക്കാതെ ഇരി എന്ന് പറഞ്ഞ് വീടിന്റെ ഡോറ് തുറക്കാണ്. ജയബാലൻ ഇല്ലാത്തെ കണ്ട് അവർക്കൊക്കെ ആശ്വാസമാകുന്നുണ്ട്. യമുനയ്ക്ക് പക്ഷേ ഈ വീട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ശാരദ പറയാണ് ഇവിടെ വാടക കുറവാണ്, നമുക്ക് ജയബാലിനെ പേടിക്കാതെ ഇവിടെ സമാധാനത്തോടെ താമസിക്കാം. അപ്പോഴാണ് നരന്റെ അച്ഛമ്മയും അച്ഛനും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവരോട് വീടൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശാരദയോട് നരന്റെ അച്ഛമ്മ ചോദിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ്? അത് കേട്ട് ശാരദയ്ക്കും കാവേരിക്കും എല്ലാവർക്കും സങ്കടാവാണ്. എന്നിട്ട് ശാരദ പറഞ്ഞു കൊടുക്കാണ് എന്റെ ഹസ്ബൻഡ് 6 മാസം മുന്നേ മരിച്ചു, എന്റെ മോൾക്കൊരു ഹാർട്ട് സർജറി ഉണ്ട്, അതിനാണ് ഞങ്ങൾ എല്ലാരും കൂടി ഇവിടേക്ക് വന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അത് കേട്ട് നരന്റെ അച്ഛമ്മയ്ക്കും അച്ഛനും ഒക്കെ സങ്കടാവുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ ശാരദയോട് പറയാണ് നിങ്ങൾ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാകും. ജീവിതത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ആരെ കൊണ്ടും മാറ്റാൻ പറ്റൂല. എന്റെ മൂത്ത മോളും മരുമകനും ഇതുപോലെ പെട്ടെന്നൊരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ. എന്റെ പേരക്കുട്ടി നരേൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തൊട്ട് ഞങ്ങളാണ് അവനെ വളർത്തിയത്. നടക്കാനുള്ള കാര്യം ആരെ കൊണ്ടും മാറ്റാൻ പറ്റൂല, എല്ലാം താങ്ങാനുള്ള മനസ്സ് വേണം, നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് ശാരദയെ ആശ്വസിപ്പിക്കാണ് നരന്റെ അച്ഛമ്മ. ആ സമയത്താണ് ജയബാലൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ജയബാലിനെ കണ്ട് ശാരദയും എല്ലാവരും പേടിക്കുകയാണ്. കാവേരി ജയബാലിനോട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോകാൻ പറയാണ്. വിനീത് എന്നിട്ട് ജയബാലിനെ പിടിച്ചുന്തി പുറത്താക്കുകയാണ്. അപ്പോ നരന്റെ അച്ഛൻ ജയബാലിനോട് പറയാണ് നീ എന്താ പെണ്ണുങ്ങളുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ, അതും എന്റെ വീട്ടിൽ വന്നിട്ട്. അപ്പോ ജയബാലൻ പറയാണ് സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇവർക്കൊന്നും വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന്, പിന്നെ നീ എന്തിനാ കൊടുത്തേ? അത് കേട്ട് കാവേരി പറയാണ് ഇയാള് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് സാർ, ഫ്രോഡാണ് ഇയാള്. എന്റെ അച്ഛൻ ഇയാള് കാരണമാണ് മരിച്ചത്. ഞങ്ങളുടെ സ്വത്തൊക്കെ പറ്റിക്കുമായിരുന്നു ഈ ജയബാലൻ. ഞങ്ങള് നാട് വിട്ട് വന്നതാ, ഇവിടെയും വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാണ്. ഞങ്ങൾ എവിടെ വാടക വീട് നോക്കിയാലും അതൊക്കെ വന്നു മുടക്കാണ് ഈ ജയബാലൻ. ഇതൊക്കെ കേട്ട് നരന്റെ അച്ഛൻ പറയാണ് നീ എന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. അപ്പോ ജയബാലൻ ദേഷ്യത്തില് അച്ഛന്റെ ഷർട്ട് പിടിച്ച് എന്നോട് പോകാൻ പറയാൻ നീ ആരടാ എന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അച്ഛനെ ഉപദ്രവിക്കുന്നേ കണ്ട് നരൻ ജയബാലന്റെ തലക്കിട്ട് ഒരു ചെറിയ മരത്തിന്റെ കഷ്ണം എറിയാണ്. ജയബാലൻ വേദന കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നരനെ കാണുന്നേ. നരൻ എന്നിട്ട് ദേഷ്യത്തില് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ജയബാലന്റെ നെഞ്ചത്തിട്ട് ചവിട്ടാണ്. എന്നിട്ട് ജയബാലന്റെ ഷർട്ട് പിടിച്ച് ഒരുപാട് അടിക്കുകയാണ് ജയബാലനെ. ജയബാലനും നരനും തല്ലുകൂടുന്നേ കണ്ട് അച്ഛനും
അച്ഛനും ശിവരാജനും ഒക്കെ പിടിച്ചു മാറ്റുകയാണ് അവരെ. എന്നിട്ട് നരന്റെ അച്ഛൻ ജയപാലോട് പറയാണ്, നീ എന്താ വിചാരിച്ചേ? എന്റെ വീട്ടിൽ വന്ന് എന്റെ മേൽ കൈവച്ചാൽ ചോദിക്കാനും പറയാനും ആളില്ലെന്നാണോ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. ജയപാലൻ അപ്പോ ദേഷ്യത്തില് നരനോട് പറയാണ്, ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എന്റെ മേൽ കൈവച്ചത്. ഇനി ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ നരൻ പറയാണ്, നീ ആരും ആയിക്കോട്ടെ, ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛന്റെ മേൽ കൈവെക്കോ നീ? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് നിക്കണം, ആര് വാടകയ്ക്ക് നിക്കണം എന്നൊക്കെ എന്റെ അച്ഛനും അച്ഛമ്മയും തീരുമാനിക്കും. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അവരെവിടെ നിക്കണമെന്ന് എന്റെ അച്ഛനും അച്ഛമ്മയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇവിടെ തന്നെ നിൽക്കും. അത് ആര് വന്നാലും അത് മാറ്റാൻ പറ്റൂല. ജയപാലൻ അപ്പോ നരനോട് പറയാണ്, ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എന്നോട് കളിക്കുന്നേ. എന്റെ നാട്ടിൽ അന്വേഷിച്ചാ മതി ഞാൻ ആരാണെന്നറിയാൻ. അപ്പോ കാവേരി പറയാണ്, വലിയ ഫ്രോഡാണെന്ന് പറയും നിന്റെ നാട്ടുകാര് മുഴുവൻ. അത് കേട്ട് കാവേരിയെ നോക്കുകയാണ് നരൻ. എന്നിട്ട് ജയപാലിനോട് പറയാണ്, നിന്റെ നാട്ടില് വരാനൊന്നും എനിക്ക് നേരമില്ല. നീ ആരാണെന്ന് ഇപ്പോ തന്നെ മനസ്സിലായല്ലോ. ഇനി ഇവിടുന്ന് പോയിക്കോ. ഇനിയും നീ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോകുമെന്ന് കരുതണ്ട. ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ നീ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നടക്കുന്ന വേറെയായിരിക്കും എന്ന് പറഞ്ഞ് നരൻ 1 മുതൽ 10 വരെ എണ്ണാൻ നിൽക്കുകയാണ്. ജയപാലൻ അപ്പോ പേടിച്ചിട്ട് വണ്ടിയും എടുത്ത് അവിടുന്ന് പോവുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.